ഹലോ ഗൈസ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ പുതിയ 2 അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഹലോ ഗൈസ്, ഇതാണ് നമ്മളുടെ പുതിയ പശു. ഫുൾ വൈറ്റ് ആയിട്ടുള്ള വെച്ചൂരി ചെറുവള്ളി ക്രോസ് പശുവാണ്. ഇതും ഇതിൻ്റെ ഒരു പെൺകുട്ടിയെയും കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഇപ്പം ഈ കാണുന്നതാണ് പെൺകുട്ടി. ഇപ്പോൾ 2ാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് 8 മാസം, അതായത് കുട്ടിക്ക് 8 മാസം പ്രായമായിട്ടുണ്ട്. ഇൻസെമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലെ ആൾ കൊണ്ടുവന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കാണുമ്പോൾ ചോദിക്കും നമ്മൾ തീറ്റയൊന്നും കൊടുക്കുന്നില്ലെന്ന് ചോദിക്കും. ആൾക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്, വീടെല്ലാം മാറിയതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇവിടെ കൊമ്പിൻ്റെ പ്രത്യേകതയാണ്, കൊമ്പിടെ നാട്ടക്കൊമ്പിയാണ്. മാടാന്നൊക്കെ പറയുന്നത് ചില സ്ഥലങ്ങളിൽ പറയുന്നതൊക്കെ ആ ടൈപ്പാണ് ആൾ. പ്യുവർ വൈറ്റാണ്. അമ്മയും മോളും വൈറ്റ് തന്നെയാണ്. വീട് മാറിയതിൻ്റെ ചെറിയ വിഷമങ്ങളും ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ആൾക്കാർക്കുണ്ട്. എന്നാലും നമ്മളോട് ഇണങ്ങിയിട്ടൊക്കെ ഉണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല ഓട്ടവും കയറുന്നു. ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇങ്ങനെ നമ്മുടെ നാടൻ പശുക്കളുടെയും നമ്മളുടെ വീട്ടിലെ കോഴിയുടെയും നമ്മളുടെ പെറ്റ്സിൻ്റെ വീഡിയോസാണുള്ളത്. കണ്ടോ, ഫുൾ വൈറ്റാണ്. നമ്മുടെ അടുത്ത് ആൾക്ക് കുട്ടി വെച്ചൂരല്ല, കുട്ടി സഹിവാളും പാർക്കറുടെ ക്രോസാണ്. അതിൻ്റെ സെമം കുത്തിയതാണ് അതിന് ഉണ്ടായതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഷേപ്പ് വ്യത്യാസം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. കുട്ടി ഹൈറ്റ് വെക്കുന്ന ടൈപ്പാണ്. കണ്ട ആൾ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഇണങ്ങി നമ്മളോട്. ദൂരെ നോക്കുമ്പോഴാണ് വലുപ്പം തോന്നുന്നത്, അടുത്ത് വരുമ്പോൾ ആൾ അത്ര വലിയ വലുപ്പമൊന്നുമില്ല. നമ്മളുടെ മണിനെക്കാട്ടിയും കുറച്ചും കൂടിയും ഒരു പൊടിക്ക് ഹൈറ്റ് കൂടുതലുള്ളൂ. ആൾ നല്ല സ്നേഹമാണ്. മൂക്ക് കുത്തിയിട്ടില്ല, നമുക്ക് മൂക്ക് കയറെത്തണം. കാരണം റോട്ടിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ആൾ നല്ല ഓട്ടവും ബഹളമൊക്കെ ഉണ്ട്. ആൾ നല്ല സ്നേഹമൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോയിൽ നിന്നുള്ളത്. ഇവരുടെ എല്ലാം പ്രത്യേകത ഇതാണ്. ഇപ്പോൾ നമ്മൾ 2 ദിവസം എനിക്ക് കറക്റ്റായിട്ട് സമയത്തിന് ഭക്ഷണം കൊടുത്താൽ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അവരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നും തന്നെ ഇല്ല നമുക്ക്. ഇപ്പോൾ ഈ നാടൻ പശു ആയതുകൊണ്ട് ഇത്ര കണ്ടമാനം പാലൊന്നും കിട്ടുന്നില്ലെങ്കിലും ഇവർക്കിടെ കിട്ടുന്ന ഇച്ചിരി ഗുണം പാല് കുറച്ച്, ചിലപ്പോൾ 2 അല്ലെങ്കിൽ 1.5 ലിറ്റർ 2 ലിറ്റർ പാലൊക്കെ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ആ പാല് അത്രയും ഗുണമുള്ളതാണ്. വേറെ പെല്ലറ്റൊന്നും ഇല്ലാത്തത് A2 മിൽക്കാണ്. അപ്പോൾ A2 മിൽക്കിൻ്റെയൊക്കെ A2 മിൽക്ക് എന്താണ്, A1 മിൽക്ക് എന്താണെന്ന് സംശയമുള്ളവരെല്ലാവരും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. എന്താണ് A2 മിൽക്ക്, എന്താണ് A1 മിൽക്ക്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ A2 മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പശുക്കളെ മാത്രം വളർത്തുന്നത്. A2 മിൽക്കിൻ്റെ ഗുണം അറിയാവുന്നുണ്ട്. ഇനി നമുക്ക് കാണാം നമ്മുടെ വാത്തക്കുട്ടന്മാർക്കടെ ഈശ്വരാണ്. അവരവിടെ ചെളിക്കൊണ്ടാക്കി കളഞ്ഞു. വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുത്തിരുന്ന സ്ഥലത്ത് ആ വെള്ളം മറിച്ച് അവിടെ ചെളി ഇതാക്കി. കിട്ടിക്കഴിഞ്ഞാൽ തക്കത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കൊത്തു തരാൻ വേണ്ടിയാണ് അവൻ തലപൊക്കി നോക്കണത്. നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ ഒരു ഗാർഡ് ഡോഗ് പോലെയാണ് അവൻ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള താരം അവൻ ഓടിച്ചിട്ട് കൊത്തും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നത് നമ്മൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ എന്താണോ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.